പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞ മലയാളി പർവ്വതാരോഹൻ ഷെയ്ഖ് ഹസൻ ഖാൻ തനിക്കൊപ്പം ധൈര്യം പകർന്നു നിന്നവർക്കെല്ലാം ഷെയ്ഖ് ഹസൻ ഖാൻ നന്ദി അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് വടക്കേ അമേരിക്കയിലെ ദനാലി പർവ്വതത്തിൽ കുടുങ്ങിയ ഹസൻ ഖാനെ പ്രത്യേക ദൗത്യ സംഘം സുരക്ഷിതമായി ബേസ് ക്യാമ്പിലെത്തിച്ചത്. ഒരു ജീവൻ മരണ പോരാട്ട കഥ. ഒരാളെ സഹായിക്കാൻ രാജ്യം ഒറ്റക്കെട്ടായി നിന്ന കഥ. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ശക്തിയുടെ കഥ എന്ന അടിക്കുറിപ്പോടെയാണ് മലയാളി പർവ്വതാരോഹകൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും തനിക്കൊപ്പം നിന്നവർക്കും നന്ദി അറിയിച്ചത്. വടക്കേ അമേരിക്കയിലെ ദനാലി പർവ്വതത്തിൽ കുടുങ്ങിയതിനെക്കുറിച്ചും അന്നത്തെ സംഭവവികാസങ്ങളെക്കുറിച്ചും ഹസൻ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. എവറസ്റ്റ് ഉൾപ്പെടെയുള്ള 7 ഭൂഖണ്ഡങ്ങളിലെ ഉയരം കൂടിയ പർവ്വതങ്ങൾ കീഴടക്കിയ വ്യക്തിയാണ് ഷെയ്ഖ് ഹസൻ ഖാൻ. 1-2 ദിവസം കൊണ്ട് ഭയങ്കര ചേഞ്ചസ്. അടുത്ത ദിവസം രാവിലെ ഇന്ത്യൻ കൗൺസിലിൽ നിന്ന് നമുക്ക് കോൾ വരുന്നു. ഇന്ത്യൻ കൗൺസിലിൽ നിന്ന് അവിടുത്തെ റേഞ്ചർമാരെ വിളിച്ചിട്ട് അവർ നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ ആസാൻ അമേരിക്കയിലെ അലാസ്കയിലെ ഒരു കൊടുമുടിയുടെ മുകളിലാണ് കിടക്കുന്നത്. വളരെ കുറച്ച് പേർക്ക് എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. അവിടെ നമ്മുടെ ഒരു ഇന്ത്യ മഹാരാജ്യത്തുള്ള പവർ ആ സമയത്ത് മനസ്സിലായി. കാരണം എല്ലാ റേഞ്ചർമാരും നമ്മളെ ആ രീതിയിൽ വീക്ഷിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം നൽകിയ സൈന്യത്തെ അഭിനന്ദിക്കുകയായിരുന്നു യാത്രയുടെ ലക്ഷ്യം. സമുദ്രനിരപ്പിൽ നിന്ന് 17,000 അടി ഉയരത്തിലെത്തിയപ്പോൾ ഷെയ്ഖ് ഹസൻ ഖാനും സുഹൃത്തും പർവ്വതത്തിന് മുകളിൽ കുടുങ്ങുകയായിരുന്നു. അപ്രതീക്ഷിതമായി എത്തിയ കൊടുങ്കാറ്റാണ് ഷെയ്ഖ് ഹസൻ ഖാന്റെ യാത്രയ്ക്ക് വില്ലനായത്. മലനിരയിൽ കുടുങ്ങിയ വിവരം സാറ്റലൈറ്റ് ഫോണിലൂടെ ഹസൻ സുഹൃത്തുക്കളെ അറിയിക്കുകയായിരുന്നു. ഇതോടെ കേന്ദ്ര സംസ്ഥാന സർക്കാർ വിഷയത്തിൽ ഇടപെട്ടു. അമേരിക്കയിലെ എംബസിയുമായി ബന്ധപ്പെട്ടെന്നും സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം മറുപടി നൽകി. വിഷയം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ട്വീറ്റ് ചെയ്തിരുന്നു. പിന്നാലെ ഷെയ്ഖ് ഹസൻ ഖാനെയും സഹപർവ്വതാരോഹകനെയും രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥലത്തെത്തിക്കാൻ ഭാരത സർക്കാർ നടപടികൾ ആരംഭിച്ചുവെന്നും ജോർജ് കുര്യൻ വ്യക്തമാക്കി. തുടർന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസമാണ് ഹസൻ ഖാനെയും സുഹൃത്തിനെയും സുരക്ഷിത ഇടത്തേക്ക് പ്രത്യേക ദൗത്യസംഘം മാറ്റിയത്. ന്യൂസ് ഡെസ്ക് ജനം.